സ്വകാര്യ ഭാഗങ്ങളിൽ വരുന്ന അരിമ്പാറകളെ പറ്റിയാണ്. ഞാൻ മുമ്പും ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ശതമാനം കേസസിലും ഇത് പകരുന്നത് ലൈംഗിക ബന്ധത്തിലൂടെയാണ്. ആണുങ്ങളിലും സ്ത്രീകളിലും ഇത് വളരെ കോമൺ ആയിട്ട് കാണപ്പെടാം. മറ്റു സെക്ഷലി ട്രാൻസ്മിറ്റഡ് അസുഖങ്ങൾ പോലെ അത്ര ഭീകരമായിട്ട് വിഷമങ്ങളൊന്നും ഇത് ഉണ്ടാക്കാറില്ല. പക്ഷേ റയറായിട്ടാണെങ്കിലും സ്ത്രീകളിൽ ഈ വൈറസിൻ്റെ ചില വെറൈറ്റികൾ സെർവൈക്കൽ ക്യാൻസർ ഉണ്ടാക്കാറുണ്ട്. അതുമാത്രമാണ് ഇതിൻ്റെ ഒരു വിഷമമുള്ളൊരു കാര്യം. ഇതുള്ളൊരു ശ്രദ്ധിക്കേണ്ട കാര്യം, അത് നുള്ളി പറിക്കുകയോ പറിച്ച് കളയുകയോ ചെത്തിക്കളയോ ഒന്നും ചെയ്യരുത് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ അതിൽ നിന്ന് വരുന്ന ഡിസ്ചാർജസ് ഇത് ചുറ്റും പകരാൻ കാരണമാവും. ഇതുള്ളവർ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പ്രിക്കോഷൻസ് യൂസ് ചെയ്യുക. ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഹോമിയോപ്പതിയിൽ വളരെ ഫലപ്രദമായുള്ള മെഡിസിൻസ് ലഭ്യമാണ്. ഇതേ അവസ്ഥ തന്നെയാണ് അത്തരം ഭാഗങ്ങളിൽ വരുന്ന പാലുണ്ണിയും. അതും സെയിം രീതിയിൽ തന്നെയാണ് ട്രാൻസ്മിഷനൊക്കെ വരുന്നത്. വളരെ കോമൺ ആയിട്ട് സ്വകാര്യ ഭാഗങ്ങളിലും മലം പോകുന്ന ഏനൽ ഏരിയയിലും വായിലൊക്കെ ഇത് പകരാം. ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് സെക്ഷലി നമ്മൾ യൂസ് ചെയ്യുന്ന ചില സംഗതികൾ കൊണ്ടൊക്കെ തന്നെയാണ് അവിടെയൊക്കെ ഇത് വരുന്നത് കേട്ടോ. ഇതുള്ളവർ വളരെ പാനിക്കായിട്ടൊക്കെ ക്ലിനിക്കിൽ വരാറുണ്ട്. ഭയങ്കര ടെൻഷനായിട്ട് വരാറുണ്ട്. പറ്റിപ്പോയ ചില കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടൊക്കെ അറിയാണ്ട് പെട്ടുപോയ ചില സിറ്റുവേഷൻസിലൊക്കെ വന്ന ആൾക്കാർ വരാറുണ്ട്. അതൊന്നും ടെൻഷൻ ആവേണ്ട. സീരിയസ് ആയിട്ട് വേറെ വിഷമങ്ങളൊന്നും ഉണ്ടാക്കില്ല. ഹോമിയോപ്പതിയിൽ മരുന്നുകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റലുണ്ട്. വളരെ പെട്ടെന്ന് മാറിപ്പോകലുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്.